ഹായ് ഹലോ. നല്ല മഴക്കാറ്, നല്ല മഴക്കാറ്. ഈ മഴക്കാറ് പിന്നെ കെട്ടി നിൽക്കുന്നതല്ലാതെ പെയ്തൊഴിയുന്നില്ല. ഇപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, നീയല്ലേ മരിക്കാൻ തീരുമാനിച്ചത്? എൻ്റെ രായൻ്റെ കമൻറ്റോളികൾ ചോദിക്കുക, നീയല്ലേ മരിക്കാൻ തീരുമാനിച്ചത്? ഈ പെയ്തൊഴിയണ്ടേ? നമുക്ക് പെയ്തൊഴിഞ്ഞതിന് ശേഷമല്ലേ നമുക്ക് നമ്മളെ ഇത് തീരുമാനിക്കാൻ പറ്റൂ. മീൻസ് ഇപ്പം നമ്മൾ കരുതിക്കൂട്ടി ഒരു കാര്യം ചെയ്യുമ്പം എന്തിനാ നമ്മൾ പിന്നെ പറയാൻ ബാക്കി വെക്കുന്നത്? പെയ്തൊഴിയട്ടെ അല്ലേ? ഈ ഇതിലൊക്കെ നോവലിലൊക്കെ കേൾക്കുന്നതും കാണുന്നതും പോലെ പിന്നെ പെയ്തൊഴിയാതെ എന്നൊക്കെ പറയുന്ന പോലെ പെയ്തൊഴിയട്ടെ. വെയിറ്റ് ആൻഡ് സീ പെയ്തൊഴിയട്ടെ. പിന്നെ പെയ്തൊഴിയട്ടെ എന്ന് മാത്രമല്ല, ഒരു ചിലത് നമ്മൾ മുന്നിൽ വെച്ചിട്ട് അതങ്ങ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെങ്ങനെയാണ് കാര്യം അറിയുന്നത്? ഇപ്പം എന്നോട് ഞാനിങ്ങനെ വീഡിയോ ഇടുമ്പോൾ പലയാളും ചോദിക്കുന്നത്, നിങ്ങളെ കാര്യം ദ്രോഹിച്ചവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത് അത് കാണുന്നതിനെക്കാട്ടും വേറൊരു തൃപ്തി ഉണ്ടോയെന്ന് വീഡിയോ കണ്ടിട്ട് പലരും ചോദിക്കുന്നത് അതാണ്. നിങ്ങളൊരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വന്നിട്ട് പിന്നെ നിങ്ങളത് കാണുന്നതിനെക്കാട്ടിയും വലിയൊരു ഹാപ്പിനെസ് എന്താ ഉള്ളേന്ന്. ഉറുമ്പ് വന്നിരിക്കുന്നതിന് മുന്നേ ഉറുമ്പാ. അപ്പോൾ അത് ഒരു കണക്കിന് അത് ശരിയാണ്, നമ്പർ 1. നമ്പർ 2, ഇതുപോലെയുള്ള തെമ്മാടികളെ കൈകാര്യം ചെയ്യുന്നത് തെമ്മാടികൾ തന്നെ ഇരിക്കണം. എന്നോടിപ്പം കണ്ണൂരിൽ നിന്ന് തന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, എഴുതിയിട്ടവൻ എന്തുകൊണ്ട് അടിച്ചില്ല? എഴുതിയിട്ടവനെ കൂട്ടുനിന്നവൻ എന്തുകൊണ്ട് അടിച്ചില്ല? അപ്പം നമ്മളതായ രീതിയിൽ പേപ്പർ വർക്ക് പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്തൊരു തെറ്റ്. എൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു വീഴ്ച പേപ്പർ വർക്ക് വഴി പോയി എന്നുള്ളതാണ്. അപ്പം തന്നെ ചെരിപ്പൂരി കൊടുക്കായിരുന്നില്ലേ എന്ന് ചോദിച്ച ആളുണ്ട്. ആർക്ക്? മേലധികാരിക്കും പിന്നെ എഴുതിയവനെയും. കാരണം പോഷ് ആക്ട് പ്രകാരം ഒരു ജോലി സ്ഥലത്ത് ഒരു ലേഡീനെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നെ കാലതാമസവും റിപ്പോർട്ടൊന്നുമില്ല. വിത്ത് എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ 7 ദിവസം പോലും അവനെ സർവീസിൽ വെക്കാൻ പാടില്ല എന്ന്. ഇത്രയും വലിയൊരു തെമ്മാടിത്തരം ചെയ്തവനെ പ്രൊട്ടക്റ്റ് ചെയ്തവനെ ഒട്ടും പറ്റൂല പറഞ്ഞു സർവീസിൽ. ഒരുപാട് നിയമവിദഗ്ധന്മാർ വിളിക്കുന്നു, ഒരുപാട് ഇതുപോലെ അനുഭവമുള്ളവർ വിളിക്കുന്നു. നമ്മളെ 40 സസ്പെൻഷൻ വാങ്ങിയ വിനയ മേഡം, അതായത് പോലീസിൻ്റെ സ്ത്രീകൾക്കെതിരെയുള്ള ആ പോലീസ് സേനയിലുണ്ടായ അടിച്ചമർത്തലിന് പോരാടിയ വിനയ മേഡം വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു അവരെ ലൈഫിൽ 42 മറ്റേ സസ്പെൻഷൻ സർവീസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ഈ സസ്പെൻഷൻ ട്രാൻസ്ഫർ എന്നുള്ള പുല്ല് കാണിച്ചിട്ട് പിന്നെ രായം പേടിപ്പിക്കുന്നത് എനിക്ക് പുല്ലിൻ്റെയും ഗ്രാസിൻ്റെയും വേറൊരു വാക്കില്ലേ, അതിവിടെ ഒരു വിഷയേ അല്ല. അതല്ല എൻ്റെ വിഷയം. എഴുതിയിട്ടവന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് കൊടുത്തു, ഇത്രയും ചെയ്തു. അപ്പം ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ക്രൈമിലെ ന്യൂസ്, മറുനാടൻ, ഒരുപാട് പിന്നെ കുറേ ചാനലുകാരാഘോഷിച്ച അത് നെവർ മൈൻഡ്. അപ്പം അങ്ങനെയില്ലേ ആൾക്കാരെല്ലാം പറയുന്നത് അവരെന്തായാലും കുടുങ്ങും. കുടുങ്ങിയിട്ട് കാണണ്ടേ അവർ കുടുങ്ങും. നിങ്ങളെ മേലധികാരി വെച്ചോടൊക്കെ കുടുങ്ങും. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ കമൻറ്റോളികളും ചെയ്യട്ടെ, അതിൻ്റെ കൂടെ ഇതും അങ്ങ് കൊടുക്കാലോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ നടക്കുന്ന എല്ലാ വൃത്തികേടും പുറത്തേക്ക് വരുമല്ലോ, ഒപ്പ് ശേഖരണവും ഒപ്പിട്ടതും എല്ലാം പുറത്തേക്ക് വരുമല്ലോ.
അപ്പം ഇതുപോലെയുള്ള ഒരുപാട് അനുഭവമുള്ള ലേഡീസ് വിളിച്ചിട്ട് ഈ എന്താ ചാവാത്ത് എന്ന് ചോദിച്ചതിൻ്റെ മറുപടിയാണ് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എന്താ നീ ചാവാത്തെ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി. അപ്പം ഇതുപോലെ അനുഭവമില്ല ഒരുപാട് ലേഡീസ് ഉണ്ട്. അവരൊക്കെ അങ്ങോട്ട് പോയി വീഡിയോ ചെയ്യുമെന്ന് വരെ ചോദിക്കുന്നുണ്ട് ഇപ്പം എന്നോട്. അങ്ങനെ അതിലേക്ക് കടക്കണം. ഒരുപാട് ഓഫർ മനസ്സിന് തൃപ്തി കിട്ടുന്ന ജോലി ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് പണത്തിനെ കാട്ടി. അപ്പോൾ ഒരുപാട് ഓഫർ 4 ഭാഗത്തുനിന്ന് ന്യൂസ് വായിക്കാൻ പറ്റുമോ, ന്യൂസ് കളക്ട് ചെയ്യാൻ പറ്റുമോ, നല്ല സംസാരം, നല്ല ക്ലാരിറ്റി, കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള ധൈര്യമുണ്ട്. ശരിക്കും പല ചാനലുകാരും കാണിക്കാത്ത ഇതാണ് നമ്മൾ സംസാരത്തിലൂടെ കാണിച്ചത്. അപ്പം അങ്ങനെ ഓഫർ വെക്കുന്നവരുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു ഓഫറൊന്നും വേണ്ട. ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്ത എൻ്റെ എഫേർട്ട് ഞാൻ സ്വന്തമായിട്ട് എടുത്തൊരു ചാനലുണ്ട്. ഐ ആം സോ പ്രൗഡ്. ഒരു വലിയ ചാനലുകാരെ ആശ്രയിക്കാണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിൻ്റെ കീഴിലല്ലാത്തയും എൻ്റെ അപ്പ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ചാനലാണെന്ന് എനിക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ചാനലിൻ്റെ ശരിക്കും എന്ത് പ്രതിപക്ഷല്ലേ. ഞാനൊക്കെ ഈ പ്രതിപക്ഷത്താണെങ്കിൽ സത്യത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോടേന്ന് പണ്ടേ പറയായിരുന്നു. ഉളുപ്പ് കെട്ടുന്ന കുറേ ടീം പെണ്ണുങ്ങളെ ദ്രോഹിക്കാനും പെണ്ണുങ്ങളെ ദ്രോഹിക്കുന്നതിന് കൂട്ട് നിൽക്കാനും. എനിക്ക് വേറൊരാളെ ചാനൽ ആശ്രയിക്കാനോ അല്ലെങ്കിൽ വേറൊരാളെ ചാനലിൽ പോയിട്ട് വാർത്ത വായിക്കണ്ടോ വാർത്ത കളക്ട് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല. എനിക്ക് എൻ്റെ ചാനലിലൂടെ അതിനുള്ള കഴിവുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള ജോബാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പറഞ്ഞുകൊണ്ടേയിരിക്കും. കുറേ മാന്യന്മാരെ പുറത്ത് കൊണ്ടുവരാനുണ്ട്. അത് എനിക്ക് എൻ്റെ ചാനലിലൂടെ കൊണ്ടുവരാൻ പറ്റുന്നത്ര എങ്ങനെ മറ്റൊരാൾക്ക് ക്ലാരിറ്റി കിട്ടുക? ഒരിക്കലും കിട്ടൂല. എനിക്ക് എൻ്റെ ചാനലിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ ടാബ്ലറ്റും കഴിച്ചിട്ടിരിക്കുന്നു ഞാൻ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വാശി, ഇവർ കുടുങ്ങണമെന്നില്ല വാശി, ലോകം അറിയട്ടെ എന്നില്ല വാശി, ഒന്നുമില്ല. ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ മനുഷ്യൻ ചത്തു കഴിഞ്ഞാൽ പട്ടീനെ കുഴിച്ചിടുന്ന പോലെ കുഴിച്ചിടും. പട്ടീനെ കുഴിച്ചിട്ട സർക്കാരിനൊരു ചെറിയ പൈസയുണ്ട്, അതേപോലെ കുഴിച്ചിടും. അല്ലാണ്ട് ഒരു പുല്ലും സംഭവിക്കൂല. പുഷ്പം പോലെ ഇറങ്ങിപ്പോകും. ഇതൊക്കെ ആൾക്കാർ വിളിച്ച് പറയുന്നു. നിങ്ങൾ ഗുളിക കഴിച്ചാൽ നിങ്ങളെ മക്കൾക്ക് നഷ്ടം. അവിടെ എന്ത് സംഭവിച്ചാലും നിങ്ങളെ കടന്ന് വെച്ചിട്ട് പോവും. നിങ്ങളെ മേലധികാരി നിങ്ങളെ ശവത്തിൻ്റെ അത് കടന്നങ്ങ് വെച്ചിട്ട് അയാൾ പോവും. അയാളെ വീട്ടിലെ ആർക്കെങ്കിലും സംഭവിച്ചാൽ അയാൾക്ക് അത് കുറച്ച് ദിവസം പ്രശ്നം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അതും ഉണ്ടാവില്ല. ഇതുപോലെയുള്ള ക്രൂരന്മാർക്ക്, ഇതുപോലെ സാഡിസ്റ്റുകൾക്ക്, അന്ധന്മാർ, ഇതുപോലെയുള്ളവർക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് എനിക്ക് ശക്തമായ വിളിയും വാട്സപ്പ് ഇതുമായിരുന്നു. പിന്നെ അപ്പോൾ അവരെല്ലാം ഒരുപാട് എക്സ്പീരിയൻസ് പറഞ്ഞു തരുന്നു. ഇവർക്ക് മേലെ നീതി കണ്ടെത്തിയിട്ട് ജീവിച്ച് പിന്നെ വിജയശ്രീ ലാളിതയായിട്ട് ജീവിക്കേണ്ടതിന് പകരം ഇങ്ങനൊരു വീഡിയോ ഇട്ടില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പം ഞാനിങ്ങനെ റീതിങ്കിങ് വരുന്നു. എനിക്കൊരു റീതിങ്കിങ് ആയിരിക്കും ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളൊരു റീതിങ്കിങ് വരുന്നു. പക്ഷെ നമ്മളത് പെട്ടെന്ന് ചെയ്തു പോകുന്നതാണ് എല്ലാവരും എന്നുള്ളതും ഞാൻ മനസ്സിലാക്കി. ഇതൊരു പെട്ടെന്ന് ചെയ്തു പോക്കാന്നാണ്. അപ്പം ഏതായാലും കേരള സർക്കാരിൻ്റെ കീഴിലല്ല എൻ്റെ യൂട്യൂബ്. അത് ഞാൻ രക്ഷപ്പെട്ടു. അല്ല, അനധികൃതമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഇനി ഏത് മറ്റവനായാലും വെറുതെയും വിടൂല. അത് വേറെ കാര്യം. ഇവർ നായ് കുഴിച്ചിടുന്ന പോലെയോ പശു കുഴിച്ചിടുന്ന പോലെയോ എന്ത് പുല്ല് ചെയ്താലും എനിക്ക് ഒരു വിഷയമൊന്നുമല്ല. എനിക്ക് ഈ മറ്റേ ടീം എനിക്കൊരു വിഷയമൊന്നുമല്ല. എല്ലാറ്റിനും അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട്. എനിക്ക് രായനും വിഷയമല്ല, രായൻ്റെ ടീമും വിഷയമല്ല. ഇവരുദ്ദേശിക്കുന്ന തരത്തിലൊന്നും എൻ്റെ അടുത്ത് നടക്കുമില്ല. അത് വേറെ. എനിക്ക് പിന്നെ ചന്തിയില്ല.
അതായിരിക്കും ഞാനിപ്പോൾ ചെയ്തൊരു തെറ്റ്. ചന്തി ഉള്ളവർക്കൊരു നിയമം, ചന്തി ഇല്ലാത്തവർക്കൊരു നിയമം. കോളേജിലും ചന്തിയുള്ള ആൾ തന്നെയാണ് ഇതൊക്കെ പിന്നെ ഭരിക്കുന്നത്. ചന്തി വേണം തോന്നല്ലേ എല്ലാ കാര്യത്തിനും. ചന്തിയിൽ കുറേ ആളുണ്ട് കോളേജിലും, അവരൊക്കെ തന്നെയായിരിക്കും ഭരിക്കുന്നത്. ചന്തി കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രധാന നിയമ സംവിധാനമാണെന്ന് എനിക്ക് മനസ്സിലായി. ചന്തിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കേരളം. ഇപ്പോഴത്തെ ഭരണ സംവിധാനം ചന്തിക്ക് വലിയ വില കൊടുക്കുന്നുണ്ട്. ഒരു ചന്തി യുഗമാണ് ഈ ഭരണകാലം, ഒരു ചന്തി യുഗമാണ്. കാരണം ചന്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചന്തി ഉണ്ടാവാൻ എന്ത് വേണം, അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ എന്ത് വേണം, ഏത് ഡ്രസ്സ് സെലക്ട് ചെയ്യണം, പരസ്യമായിട്ട് ഇപ്പം എങ്ങനെ ഇറങ്ങണം ചന്തി കാണിക്കാൻ എന്നൊക്കെ ആലോചനയിലുണ്ട്. കാരണം സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ പിന്നെ ചന്തി കാണിച്ച് സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ ചാനലുകാരൊക്കെ ചുറ്റും കൂടും. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു സത്യത്തിൽ ഞാൻ അങ്ങനത്തെ എല്ലാം വീഡിയോ എൻജോയ് ചെയ്യലാണ്. അങ്ങനത്തെ എല്ലാം സെലിബ്രിറ്റീസിന് സാധാരണ എല്ലാവർക്കും അസൂയാണ്. ഞാനങ്ങനെ ശരീരമെല്ലാം കാണിച്ച് ഭയങ്കര ഡ്രസ്സിങ് എല്ലാം ആയിട്ട് സുന്ദരിമാരായിട്ട് വരുന്നവരെ സത്യത്തിൽ ഞാൻ എൻജോയ് ചെയ്യലാണ്. എന്തെന്നറിയില്ല, എനിക്ക് അവരോടെല്ലാം ഭയങ്കര റെസ്പെക്റ്റ്. എന്തിനാ അവരെ വിളിക്കുന്നത്? അവരതൊന്നും കാണണ്ടെങ്കിൽ എന്തിനാ ഈ ഊളകൾ വിളിക്കുന്നേ? എനിക്ക് കുറ്റം മുഴുവൻ പെണ്ണുങ്ങൾക്ക്. ഞാൻ എൻ്റെത് കാണിക്കുമ്പോൾ നിങ്ങൾ യൂട്യൂബ് മാറ്റട, വേറെ കാണ്. ഒരാളെ അങ്ങോട്ട് പൈസ കൊടുത്ത് ഉദ്ഘാടനത്തിന് വിളിച്ചിട്ട് അവരെ തെറി പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? അവർ ഏത് ഏടെ കാണിക്കണം എന്നുള്ളത് അവരിഷ്ടല്ലേ അല്ലേ? അല്ലേ? അതുകൊണ്ട് ചന്തി ഉണ്ടാവേണ്ട ഒരു കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ചന്തി ഉണ്ടാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കുന്നു. ചന്തി ഉണ്ടാക്കാൻ